അടുത്ത ഊഴം തേടിക്കൊണ്ട് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി എത്തിയതോടെ UDF ക്യാമ്പിൽ ആവേശം ഉയർന്നു എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചതാണ്. ആ ആവേശം എത്രത്തോളമായിട്ടുണ്ട്? പ്രവർത്തകർക്ക് പറയാനുള്ളത് എന്താണ്? രാഹുൽ ഗാന്ധി വന്നു പോകുമ്പോൾ എന്താണ് പ്രവർത്തകർക്ക് പറയാനുള്ളത്? അവരുടെ ആവേശം തുളുമ്പുന്ന പ്രതികരണങ്ങളാണോ നമ്മൾ കേൾക്കാൻ പോകുന്നത്? നോക്കാം. കഴിഞ്ഞ വർഷമൊക്കെ കണ്ടതിൽ നിന്ന് ഭിന്നമായിട്ടാണ് ഇന്നത്തെ കാഴ്ചകൾ. ഇത്തവണ എങ്ങനെയാണ് പ്രചാരണമൊക്കെ എവിടെ എത്തിയിട്ടുണ്ട്? പ്രചരണം സൂപ്പറായി നടക്കുന്നുണ്ട്. 5 ലക്ഷത്തിൽ കുറഞ്ഞ വോട്ടിന്റെ ഭൂരിപക്ഷം. ഈ കൊടിയൊക്കെ എന്താ പോക്കറ്റിൽ വെച്ചേ? കൊടി അത് പറ്റൂല, കൊടി പറ്റൂല. നമ്മുടെ സഹോദരനാണ് വരുന്നത്, ഇന്ത്യയുടെ സഹോദരനാണ് വരുന്നത്. 5 ലക്ഷത്തിന് പുറത്തു പോകണമെന്നുള്ള ആഗ്രഹമാണ് ഇവിടെ വയനാട്ടിലുള്ള ഈ 7 മണ്ഡലങ്ങളിലേക്ക് കേരളത്തിന്റെ മുഴുവൻ ആഗ്രഹം, അല്ലെങ്കിൽ ഇന്ത്യയുടെ. ചേട്ടാ, ഇത്തവണ എന്തായിരിക്കും നിങ്ങളുടെ ഒരു പ്രതീക്ഷ? എത്ര ഭൂരിപക്ഷം കാണും ഇത്തവണ? 5 ലക്ഷം ഭൂരിപക്ഷം കാണും. 5 ലക്ഷം. 5 ലക്ഷം എല്ലാവരും 5 ലക്ഷം തീർച്ചയായിട്ടും. കാരണം 4 ലക്ഷം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വർഷം 5 ലക്ഷം ഞങ്ങൾ പുതിയ വോട്ടർമാരടക്കം 5 ലക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 6 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും. 6 ലക്ഷം. 6 ലക്ഷം. 1 ലക്ഷം ചേട്ടാ കൂട്ടി. കൂട്ടി. അതെന്തായാലും ഒരു കാരണം ഉണ്ടാവില്ല. രാജകുമാരന് 6 ലക്ഷം ഭൂരിപക്ഷം ഉറപ്പായിട്ടുണ്ടാവും. എന്താ ചേട്ടൻ എന്താ? സുരേന്ദ്രൻ മത്സരിക്കാൻ വന്നതോടുകൂടി രാഹുൽജിന്റെ ഭൂരിപക്ഷം 6 ലക്ഷമായി മാറി. ഇന്ത്യൻ മതേതരത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽജി ഈ കഠിനാധ്വാനം ചെയ്യുന്നത്. ഇന്ത്യ ഒട്ടാകെ നടന്നു കണ്ടൊരു നേതാവാണ് രാഹുൽജി. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് അത് ബോധ്യമുണ്ട്. ഇവിടുത്തെ ബോധ്യമുണ്ട്. അത് സ്വന്തമല്ല, വയനാട്ടിൽ 100% വികസനം കൊണ്ടുവന്ന ഒരു MP ആണ് രാഹുൽ ഗാന്ധി. ഒരു 5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിന് ഈ 5 ലക്ഷം എന്നുള്ള എല്ലാവരും ഒരേ കണക്കാണല്ലോ പറയുന്നത്. അതെ, ഇത് ഒരു 2 ലക്ഷത്തോളം പുതിയ വോട്ടർമാരുണ്ട്. ആ വോട്ടർമാർ 3/4% രാഹുലിന് അനുകൂലമായിട്ടുള്ള വിധിയായിരുന്നു. അതെ, അതായത് ആ പുതിയ വോട്ടർമാരുടെ ഒക്കെ വോട്ട് രാഹുൽ ഗാന്ധി. പിന്നെ രാഹുൽ ഗാന്ധിയുടെ വികസനം എന്ന് പറഞ്ഞാല് അത് എതിർ കക്ഷികളെ വെറുതെ ആരോപണം ഉന്നയിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഭൂരിപക്ഷം സംബന്ധിച്ച കാര്യത്തിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള ആശങ്കയുമില്ല. ഭൂരിപക്ഷം ഉയർത്താമെന്നുള്ള പ്രതീക്ഷ തന്നെ പൂർണ്ണമായും പങ്കുവെക്കുകയും ചെയ്യുകയാണ്. എല്ലാവരും വലിയ ആവേശത്തിലാണ്. 5 ലക്ഷം എന്നാണ് വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടെ പറയുന്നത്. 6 ലക്ഷം പറഞ്ഞ ഒരാളെയും ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എത്രയാകും വയനാട്ടിലെ ഭൂരിപക്ഷം? രാഹുൽ ഗാന്ധി ഇക്കുറി കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള ഒരു വൻ ഭൂരിപക്ഷത്തിലേക്കാണോ പോകുന്നത്? ആനി രാജയും കെ സുരേന്ദ്രനും എത്രത്തോളം വെല്ലുവിളി ഉയർത്തും? വയനാട് ഇത്തവണ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമാണ്.